Hi everyone. അപ്പോൾ നമ്മൾ ഇന്നേ സ്ക്വയർ കാണുന്നതിനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് നമ്പറിൻ്റെ വേണോ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഏത് നമ്പറും, അതായത് 11 to 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഈ മെത്തേഡിൽ സ്ക്വയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം 74 സ്ക്വയർ എങ്ങനെ കാണുന്നു നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? 4ൻ്റെ സ്ക്വയർ 16, 7ൻ്റെ സ്ക്വയർ 14. അപ്പോൾ 7ൻ്റെ സ്ക്വയർ എഴുതി, 4ൻ്റെ സ്ക്വയർ എഴുതി. അടുത്ത ഏതാണ്? 7 into 4 28, 28 into 2 56. അതായത് 7 into 4 മൾട്ടിപ്ലൈ ചെയ്യുക 28, 28 into 2 മൾട്ടിപ്ലൈ ചെയ്യുക 56. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 6, 7, 14, 5, 5, 4, 7, 6. അപ്പോൾ ഇത് വലിയ നമ്പറാണ്. നമുക്ക് അറിയുന്ന ഒരു നമ്പറുമായിട്ട് അങ്ങനെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 35ൻ്റെ സ്ക്വയർ നമുക്ക് ഒരുപാട് മെത്തേഡുണ്ട്. ഒരു മെത്തേഡിൽ ഈ മെത്തേഡിൽ ചെയ്ത് നോക്കാം. 5ൻ്റെ സ്ക്വയർ 25, 3യുടെ സ്ക്വയർ 9, ബാക്കി എങ്ങനെയാണ്? 3 into 5 15, 15 into 2, അതായത് നമ്മൾ 35 the whole square ആണ് ചെയ്യുന്നത്. 3 into 5 15, 15 into 2 30. അപ്പോൾ എത്ര? 5, 2, 9 plus 3 12, 1225. നമുക്കറിയാമല്ലോ 35യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. 35യുടെ സ്ക്വയർ കാണാൻ, അതായത് എൻ്റെ ഡിജിറ്റുകൾ 5 ആണെങ്കിൽ വേറെ ഒരു മെത്തേഡ് ഉണ്ട്. 35 the whole square കാണാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? 5യുടെ സ്ക്വയർ 25 എഴുതി കൊടുക്കുക. ഇവിടെ 3 ആണെങ്കിൽ 3യുടെ നെക്സ്റ്റ് നമ്പർ 4, 3 into 4 12 എഴുതി കൊടുത്താൽ നമ്മുടെ ആൻസറായി. അതും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 74ൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ 7ൻ്റെ സ്ക്വയർ എഴുതുക, 4ൻ്റെ സ്ക്വയർ എഴുതുക. ഇവിടെ എല്ലാം നമ്മൾ അതേ മെത്തേഡ് തന്നെയാണ് ചെയ്തത്. എൻ്റെ ഡിജിറ്റിൽ എഴുതാൻ പാടില്ല, ഇങ്ങോട്ടുള്ള ഒരു ഡിജിറ്റ് വിട്ടിട്ട് ബാക്കിയാണ് നമ്മൾ ഈ 3 into 5 into 2 ചെയ്യേണ്ടത്. ഇവിടെ 7 into 4 into 2 ചെയ്തത് എൻ്റെ ഡിജിറ്റ് വിട്ടിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഈസി അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ട്രിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.